നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദിയോട് പണി നിർത്തിക്കോളാൻ RSS ആവശ്യപ്പെട്ടു കഴിഞ്ഞു. RSS അധ്യക്ഷനായ മോഹൻ ഭഗവത് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വിരമിക്കണം. തനിക്ക് വരുന്ന സെപ്റ്റംബർ 17-ന് 75 വയസ്സ് തികയാണ്. അതുകൊണ്ട് RSSൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും താൻ ഒഴിയുകയാണ്. നരേന്ദ്രമോദിക്കും വരുന്ന സെപ്റ്റംബറിൽ 75 വയസ്സ് തികയും. താൻ വിരമിക്കുമ്പോൾ പിന്നെ നരേന്ദ്രമോദിക്ക് മാത്രമായി പ്രത്യേകതയൊന്നുമില്ലല്ലോ. മോദിയും വിരമിക്കണമെന്ന സന്ദേശമാണ് RSS അധ്യക്ഷൻ മോഹൻ ഭഗവത് ഇപ്പോൾ നൽകുന്നത്. നരേന്ദ്രമോദിയുടെ ലാർജർ ദാൻ ലൈഫ് ഇമേജിനോട് RSSന് നേരത്തെ തന്നെ കടുത്ത എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ മോദിക്ക് നൽകിയ കാലാവധി അവസാനിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും മാറി പുതിയ നേതാവിനെ അവരോധിക്കേണ്ട സമയം ആഗതമായി കഴിഞ്ഞുവെന്നും RSS നേതാക്കൾ പലതവണ രഹസ്യമായി സർസംഘചാലക് മോഹൻ ഭഗവത്തിനോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറക്കി തങ്ങളുടെ വിശ്വസ്തനായ യോഗി ആദിത്യനാഥിനെ പോലൊരാളെ അവിടെ കൊണ്ടുവരാനാണ് ഇപ്പോൾ RSS നേതൃത്വം ശ്രമിക്കുന്നത്. നരേന്ദ്രമോദിക്ക് പ്രായപരിധി കഴിഞ്ഞു എന്നുള്ള ആ ഒരു മാർഗരേഖ മുന്നോട്ട് വച്ചത് മനഃപൂർവ്വം തന്നെയാണ്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പുതിയ മുഖങ്ങൾ നയിക്കണമെന്നാണ് RSS ആഗ്രഹിക്കുന്നത്. അതിന് അവർ ഇപ്പോൾ കാണുന്ന പേര് യോഗി ആദിത്യനാഥിൻ്റെ തന്നെയാണ്. അമിത്ഷായോട് RSSന് വലിയ താല്പര്യമില്ല. കാരണം അമിത്ഷാ മോഡിയുടെ അടുത്ത ആളാണെങ്കിലും അദ്ദേഹം കല്യാണം കഴിച്ച് കുട്ടികളൊക്കെയായി ജീവിക്കുന്നയാളാണ്. മറ്റ് പല ബിസിനസ് സംരംഭങ്ങളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ച് ചില എതിർപ്പുകളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാൻ അല്ലെങ്കിൽ മോദിയുടെ പിൻഗാമിയാക്കാൻ RSSന് യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ അവിവാഹിതനായ അല്ലെങ്കിൽ ഒരു സന്യാസി മട്ടിൽ ജീവിക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ നേരെ തിരിയുന്നത്. RSSൻ്റെ ഒരു സ്വഭാവമുണ്ട്. അതിൻ്റെ പ്രചാരകരെല്ലാവരും വിവാഹം കഴിക്കാത്തവരായിരിക്കണം. അടൽ ബിഹാരി വാജ്പേയിയും നരേന്ദ്രമോദിയും വിവാഹം കഴിക്കാത്തവരായിരുന്നു. കാരണം അവർ RSSൻ്റെ പ്രചാരകരായിരുന്നു. അതുപോലൊരു പ്രചാരകനെ തന്നെ വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ RSS ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എന്നല്ല, അവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുന്ന ആളുകളെ അധികാരമേൽപ്പിച്ചാൽ അവർ അധികാരത്തെ ദുഷിപ്പിക്കുമെന്നുള്ള സങ്കല്പമാണത്രേ RSSനുള്ളത്. ലാൽകൃഷ്ണ അദ്വാനിയെ പോലും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് RSS ഉയർത്തിക്കാട്ടായിരുന്നത് ഇതുമൂലമാണെന്ന് RSSുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു. ഏതായാലും മോദിയെ താഴേക്കിറങ്ങാൻ RSS ആജ്ഞാപിച്ചു കഴിഞ്ഞു. മോദി ഒരു RSS പ്രചാരകനാണ്. അതുകൊണ്ട് തന്നെ സംഘത്തിൻ്റെ ഇടപെടലുകൾക്ക് മുന്നിൽ മോഡി തലകുനിച്ചേ മതിയാവും. അതല്ലെങ്കിൽ കടുത്ത എതിർപ്പിനെ സംഘപരിവാറിൽ നിന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വരും. മോദി ആവട്ടെ എക്കാലവും RSSൻ്റെ വിശ്വസ്തനായിരുന്നു. താൻ ഒരു ഉറച്ച RSSകാരനാണെന്നും സംഘമാണ് തൻ്റെ വഴിയെന്നുമൊക്കെ പലതവണ പറഞ്ഞയാളാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ RSSൻ്റെ ഈ എതിർപ്പിനെ മോദിക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ കഴിയില്ല. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മോദിക്ക് കളം ഒഴിയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോളൂ, നിങ്ങൾക്ക് വയസ്സ് 75 കഴിഞ്ഞു, ഇനി പുതിയ ആളുകൾ വരട്ടെ എന്ന സന്ദേശമാണ് മോഹൻ ഭഗവത്തിൻ്റെ ഈ പ്രസ്താവനയിലൂടെ RSS നരേന്ദ്രമോദിക്ക് നൽകിയതെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ മോദിക്ക് RSS കൊടുത്ത കാലാവധി അവസാനിച്ചു കഴിഞ്ഞു, സമയപരിധി അവസാനിച്ചു കഴിഞ്ഞു. ഇനി പുതിയ നേതൃത്വം വരട്ടെ എന്നാണ് RSSൻ്റെ ചിന്ത. യോഗി ആദിത്യനാഥിനെ പോലുള്ളവർ വന്നാൽ മാത്രമേ RSSൻ്റെ അജണ്ടകൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ രാജ്നാഥ് സിംഗിനെയോ അല്ലെങ്കിൽ അമിത്ഷായെയോ അല്ലെങ്കിൽ മറ്റ് സീനിയർ നേതാക്കളെയോ ഒന്നും BJP സീനിയർ നേതാക്കളെയോ ഒന്നും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മുന്നോട്ട് വയ്ക്കാൻ RSS ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെ മോദിക്ക് ഏതായാലും 2029 തെരഞ്ഞെടുപ്പിന് മുമ്പ് കളമൊഴിയേണ്ടി വരും. ഇനിയൊരു 4ാമതൊരു ഊഴം നരേന്ദ്രമോദിക്ക് ഇന്ത്യയിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ടാകില്ല എന്നത് കൃത്യവും വ്യക്തവുമാണ്.